നമസ്കാരം. അധികാരത്തെക്കുറിച്ചുള്ള ചില സങ്കീർണമായ ആശയങ്ങൾ നമുക്കൊന്ന് ലളിതമായി മനസ്സിലാക്കിയാലോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആന്റോണിയോ ഗ്രാംഷിയുടെ ജയിൽ നോട്ട്ബുക്കുകളെക്കുറിച്ചാണ്. അപ്പോ നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ളൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മൾ ആരും ഉണ്ടാക്കുകയോ ശരിക്കു പറഞ്ഞാൽ സമ്മതിക്കുകയോ ചെയ്യാത്ത ചില നിയമങ്ങളുണ്ട്, ചില സാമൂഹിക രീതികളുണ്ട്. എന്നിട്ടും എന്താ നമ്മളിൽ മിക്കവരും അതൊന്നും ചോദ്യം ചെയ്യാതെ അങ്ങനുസരിച്ചു പോകുന്നത്? ആ ഒരു ചോദ്യമാണ് ശരിക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയുടെയെല്ലാം കേന്ദ്രം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു വലിയ ചിന്തകനെ വല്ലാതെ കുഴപ്പിച്ച ഒരു ചരിത്രപരമായ ചോദ്യമുണ്ടായിരുന്നു. നോക്കൂ, 1917-ൽ റഷ്യയിൽ തൊഴിലാളിവർഗ വിപ്ലവം വിജയിച്ചു. എന്നാൽ അതിനേക്കാൾ വ്യാവസായികമായി മുന്നിട്ട് നിന്ന പശ്ചിമ യൂറോപ്പിൽ അതേപോലുള്ള വിപ്ലവങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇതൊരു വലിയ പ്രഹേളികയായിരുന്നു. ശരി, നമുക്ക് ആ പ്രഹേളികയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് ഒരിടത്ത് അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്, പക്ഷെ മറ്റൊരിടത്ത് അതൊരു സാധ്യത പോലും അല്ലാതായത്? എന്താണ് അധികാരത്തിന്റെ യഥാർത്ഥ സ്വഭാവം? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരിടത്ത് നിന്നാണ്. ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇരുട്ടറയിലടച്ച ഒരു മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന്. ആ തടവുകാരന്റെ പേരായിരുന്നു അന്റോണിയോ ഗ്രാംഷി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ചിന്തകൾ പിറന്നത് ആ ജയിലിലെ നോട്ട്ബുക്കുകളിലാണ്. നമുക്ക് ഗ്രാംഷിയെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും കുറച്ചുകൂടി അടുത്തറിയാം. അപ്പോ ആരായിരുന്നു ഈ അന്റോണിയോ ഗ്രാംഷി? അദ്ദേഹം ഒരു ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായിരുന്നു, ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാള്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് വലിയ തലവേദനയായി. അതിന്റെ ഫലമായിട്ടാണ് 1926-ൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത്. അവിടെ വെച്ചാണ് 1929-നും 35-നും ഇടയിൽ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ആ 30-ൽ പരം വരുന്ന നോട്ട്ബുക്കുകൾ അദ്ദേഹം എഴുതി തീർത്തത്. ഒന്നോർക്കണം, ജയിലിൽ ഭയങ്കര നിരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ആശയങ്ങളെല്ലാം അദ്ദേഹം ഒരുതരം കോഡ് ഭാഷ ഉപയോഗിച്ചാണ് എഴുതിയത്. അധികാരമെന്നാൽ വെറും തോക്കിൻ മുനയിൽ ഭരിക്കുന്ന ഒന്നല്ല, മറിച്ച് ജനങ്ങളുടെ സമ്മതത്തോടുകൂടിയാണ് അത് നിലനിൽക്കുന്നതെന്ന് ഗ്രാംഷി വാദിച്ചു. അപ്പോൾ പ്രധാന ചോദ്യം ഇതാണ്: ആ സമ്മതം എങ്ങനെയാണ് ഭരണകൂടം നേടിയെടുക്കുന്നത്? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണം. ആ അന്വേഷണമാണ് അദ്ദേഹത്തെ ഏറ്റവും നിർണായകമായ ഒരാശയത്തിലേക്ക് എത്തിച്ചത്. ആധിപത്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഹെജിമണി. ഇതാണ് ഗ്രാംഷിയുടെ ചിന്താലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. അപ്പോ എന്താണ് ഈ പറയുന്ന ആധിപത്യം അല്ലെങ്കിൽ ഹെജിമണി? ഇതൊരിക്കലും പട്ടാളത്തെയോ പോലീസിനെയോ വെച്ചുള്ളൊരു വെറും ഭരണം മാത്രമല്ല. അതിനപ്പുറം ഭരിക്കുന്നവരുടെ ആശയങ്ങളും അവരുടെ മൂല്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അത് സമൂഹത്തിന്റെ ഒരു പൊതുബോധമായിട്ട്, അതായത് കോമൺ സെൻസായിട്ട് അവതരിപ്പിക്കും. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്ത് വിചാരിക്കും? ഇതെല്ലാം നമ്മുടേതു കൂടിയായ ശരികളാണെന്ന് കരുതി നമ്മളത് സ്വീകരിക്കും. അതാണ് പ്രക്രിയ. ഇതിലെ വ്യത്യാസം വളരെ വലുതാണ്. നോക്കൂ, ഒരു വശത്ത് ബലപ്രയോഗത്തിലൂടെയുള്ള ഭരണം, പട്ടാളവും പോലീസുമൊക്കെയാണ് അത് നിലനിർത്തുന്നത്. മറുവശത്താണ് ഈ പറഞ്ഞ ആധിപത്യം, അതായത് സമ്മതത്തിലൂടെയുള്ള ഭരണം. ഇത് നിലനിർത്തുന്നതോ നമ്മുടെ സ്കൂളുകൾ, നമ്മൾ കാണുന്ന മാധ്യമങ്ങൾ, മതസ്ഥാപനങ്ങൾ. ഇവയെല്ലാമാണ് നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും നമ്മൾ അറിയാതെ രൂപപ്പെടുത്തുന്നത്. ഗ്രാംഷി തന്നെ ഇത് വളരെ ലളിതമായി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശക്തമായ ഭരണകൂടം എന്നത് നിർബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ്. ആധിപത്യമെന്ന ആശയത്തിന്റെ മുഴുവൻ സത്തും ഈയൊരു വാക്യത്തിലുണ്ട്, അല്ലേ? അപ്പോ ഈ ആധിപത്യം എങ്ങനെയാണ് സമൂഹത്തിലുണ്ടാക്കിയെടുക്കുന്നത്? അത് നിലനിർത്തുന്നതെങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ അതൊരു ആശയങ്ങളുടെ യുദ്ധക്കളം തന്നെയാണ്. ഗ്രാംഷി സമൂഹത്തെ രണ്ടായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, രാഷ്ട്രീയ സമൂഹം, അതായത് സർക്കാർ, സൈന്യം, പോലീസ്, ബലപ്രയോഗം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ. രണ്ടാമത്തേത് സിവിൽ സമൂഹം. അതാണ് നമ്മുടെ സ്കൂളുകൾ, മീഡിയ, കുടുംബം, പള്ളികൾ, അമ്പലങ്ങൾ. ഇതെല്ലാം ഇവിടെ ഭരിക്കുന്നത് തോക്കുകൊണ്ടല്ല, മറിച്ച് ആശയങ്ങൾ കൊണ്ടും അനുനയം കൊണ്ടുമാണ്. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ബുദ്ധിജീവികൾക്ക് ഒരു വലിയ പങ്കുണ്ട്. നിലവിലുള്ള അധികാരത്തെ താങ്ങി നിർത്തുന്ന പുരോഹിതന്മാരെയും പ്രൊഫസർമാരെയുമൊക്കെ ഗ്രാംഷി പരമ്പരാഗത ബുദ്ധിജീവികൾ എന്ന് വിളിച്ചു. പക്ഷേ ഇതിനു ബദലായി ഓരോ സാധാരണ വർഗത്തിൽ നിന്നും അവരുടെ താൽപ്പര്യങ്ങൾ പറയാൻ പുതിയ ചിന്തകർ ഉയർന്നുവരും. അവരെയാണ് അദ്ദേഹം ജൈവ ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിച്ചത്. ശരി, അപ്പോൾ ഈയൊരു അധികാരഘടനയെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? ഗ്രാംഷി അതിന് 2 വഴികൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് സ്ഥാനചലന യുദ്ധം, അതായത് റഷ്യൻ വിപ്ലവത്തിലൊക്കെ കണ്ട പോലെ ഭരണകൂടത്തെ നേർക്കുനേർ ആക്രമിക്കുക.
പക്ഷെ പടിഞ്ഞാറൻ യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ സിവിൽ സമൂഹം, അതായത് ഈ സ്കൂളുകളും മീഡിയ ഒക്കെ ഭയങ്കര ശക്തമാണ്. അപ്പോൾ അവിടെ വേണ്ടത് രണ്ടാമത്തെ വഴിയാണ്, സ്ഥാനയുദ്ധം. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, സ്കൂളുകളിലും മാധ്യമങ്ങളിലും അങ്ങനെ എല്ലാ സാംസ്കാരിക ഇടങ്ങളിലും കയറിപ്പറ്റി ഒരു നീണ്ട കാലത്തെ പോരാട്ടത്തിലൂടെ ഈ പറയുന്ന പൊതുബോധമില്ലേ, അതിനെ പതിയെ പതിയെ മാറ്റി പുതിയൊന്ന് സ്ഥാപിച്ചെടുക്കുക. ഏതാണ്ടൊരു നൂറ്റാണ്ട് മുൻപ് ഒരു ജയിലറയിലിരുന്നെഴുതിയ ഈ ആശയങ്ങൾക്ക് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്കൊന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഗ്രാംഷിയുടെ ചിന്തകൾ വെറുമൊരു ചരിത്രരേഖയല്ല, അത് കൾച്ചറൽ സ്റ്റഡീസ് അഥവാ സാംസ്കാരിക പഠനങ്ങൾ എന്നൊരു പുതിയ പഠനശാഖയ്ക്ക് തന്നെ കാരണമായി. സ്റ്റുവർട്ട് ഹാൾ, പൗലോ ഫ്രെയർ, അങ്ങനെ ഒരുപാട് ചിന്തകരെ അത് സ്വാധീനിച്ചു. ഇന്ന് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെപ്പറ്റി പഠിക്കാനായാലും ശരി, ആഗോള രാഷ്ട്രീയത്തിലെ അധികാരത്തെപ്പറ്റി പഠിക്കാനായാലും ശരി, ഗ്രാംഷിയുടെ ആശയങ്ങൾ ഒരു പ്രധാന ടൂളാണ്. പൊളിറ്റിക്കൽ സയൻസിന്റെ വിവിധ മേഖലകളിൽ ഗ്രാംഷിയുടെ പ്രസക്തി വളരെ വലുതാണ്. അദ്ദേഹം മാർക്സിസത്തെ സംസ്കാരവുമായി കൂട്ടിയിണക്കി. എന്തുകൊണ്ടാണ് പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ ഇത്ര സ്ഥിരതയോടെ നിലനിൽക്കുന്നത് എന്ന് വിശദീകരിക്കാൻ സഹായിച്ചു. എന്തിനേറെ, നമ്മുടെ ഇന്ത്യയിലെ ജാതി ആധിപത്യം എങ്ങനെയാണ് സാംസ്കാരികമായി പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഗ്രാംഷിയുടെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉദ്ധരണിയോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു പഴയ സാമൂഹിക ക്രമം ഇല്ലാതാവുകയും എന്നാൽ പുതിയൊന്ന് പൂർണ്ണമായി വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തെയാണ് അദ്ദേഹം ഇവിടെ വരച്ചുകാട്ടുന്നത്. അധികാരം എന്നത് തോക്കിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ മനസ്സുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വലിയൊരു സത്യം നമ്മെ ഓർമ്മിപ്പിച്ച ചിന്തകനായിരുന്നു ഗ്രാംഷി. അദ്ദേഹത്തിന്റെ ആ ജയിൽ നോട്ട്ബുക്കുകളിലെ ആശയങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള അധികാരഘടനകളെ ചോദ്യം ചെയ്യാൻ നമുക്ക് ഊർജ്ജം നൽകുന്നു.